Hello students. So our CMA final exam is just after 2 days. So we can have a quick revision into the major topics of our paper number 13, Corporate and Economic Laws. Okay, നമ്മൾ എല്ലാ ചാപ്റ്ററിലും ജസ്റ്റ് മെയിൻ ഏരിയാസ് മാത്രം കവർ ചെയ്യുന്ന ഒരു സെഷനാണ് ഇത്. സോ ഫസ്റ്റ് നമ്മൾ ഡിവിഡൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഡിവിഡൻഡിലെ മെയിൻ ടോപ്പിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡിവിഡൻഡ് പറഞ്ഞാൽ നമുക്കറിയാം there are two types of dividend. ഒന്ന് interim dividend ആണ്, മറ്റൊന്ന് ഫൈനൽ ഡിവിഡൻഡ് ആണ്. ഓക്കെ, ദെൻ interim dividend സോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സർപ്ലസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഏത് ഇയറിലെ interim dividend ആണോ കൊടുക്കുന്നത് ആ ഇയറിലെ പ്രോഫിറ്റ് ആവാം. ദാറ്റ് മീൻസ് ഒരു ഇയർ കഴിഞ്ഞ് AGMന്റെ മുന്നേ നമ്മൾ കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഇയറിന്റെ പ്രോഫിറ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ക്വാർട്ടറിലെ പ്രോഫിറ്റ് എന്ന് കൊടുക്കാം. സി വെൻ യു ആർ ഡിക്ലെയറിംഗ് ഇൻറ്ററിം ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ക്വാർട്ടർ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. എന്താണ്? നമ്മൾ ക്വാർട്ടറിലെ പ്രോഫിറ്റ് ഉണ്ട്, ദാറ്റ് മീൻസ് പ്രിസീഡിങ് ക്വാർട്ടറിൽ പ്രോഫിറ്റ് ഉണ്ട്, ആ ക്വാർട്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷെ ക്യുമുലേറ്റീവ് ഫിഗർ ലോസിലാണെങ്കിൽ നമ്മൾ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആവറേജ് ഡിവിഡൻഡ് ഉണ്ടല്ലോ, 3 ഫൈനാൻഷ്യൽ ഇയേഴ്സിന്റെ ആവറേജ് ഡിവിഡൻഡിന്റെ മുകളിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഫൈനൽ ഡിവിഡൻഡ് പറഞ്ഞാൽ ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് സോഴ്സാണ് പറയുന്നത്. ഒന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഓഫ് കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ, പ്രൊസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ വിച്ച് ഇസ് റിമൈനിങ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, ദെൻ ഔട്ട് ഓഫ് ബോത്ത്. അല്ലെങ്കിൽ എമൗണ്ട് ഗ്യാരണ്ടീഡ് ബൈ ഗവൺമെന്റ് ഇൻ പെർസുവൻസ് ഓഫ് എനി ഗ്യാരണ്ടി ഗിവൺ ബൈ എമൗണ്ട് ഗിവൺ ബൈ ഗവൺമെന്റ് ഇൻ പെർസുവൻസ് ഓഫ് എനി ഗ്യാരണ്ടി ഗിവൺ ബൈ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാത്ത എമൗണ്ട് നമ്മുടെ PL അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമലി നമുക്ക് എടുക്കാം. അതല്ല, നമ്മൾ റിസർവ്സിൽ ട്രാൻസ്ഫർ ചെയ്തതാണ് എടുക്കുന്നതെങ്കിൽ യു ഹാവ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് റൂൾ 3. ഓക്കെ, ദെൻ ഡിവിഡൻഡിന്റെ സ്റ്റേജ് നമുക്കറിയാം. ഡിവിഡൻഡിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? വെൻ വി ആർ ടേക്കിംഗ് ദ കേസ് ഓഫ് ഫൈനൽ ഡിവിഡൻഡ്, ഫസ്റ്റ് വിൽ ബി ഹാവിംഗ് ദ റെക്കമെൻഡേഷൻ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിച്ച് ഇസ് നോൺ ആസ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. ഇതിനാണല്ലേ നമ്മൾ പ്രൊപ്പോസ്ഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്പേഴ്സ് വിൽ ബി അപ്രൂവിംഗ് ദ സെയിം ഇൻ ജനറൽ മീറ്റിംഗ്, വെദർ ഇറ്റ് ബി AGM ഓർ EGM. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വിത്തിൻ 5 days ഓഫ് ഡിക്ലറേഷൻ ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു എ സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ട്, സെക്ഷൻ 123 സബ്സെക്ഷൻ 4, റൈറ്റ്? ഓക്കെ, ദെൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 days ഇറ്റ് ഹാസ് ടു ബി പെയ്ഡ്. ഓക്കെ, നമ്മൾ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ പേ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? പെനാൽറ്റി ഉള്ള കേസ് ഉണ്ട്, നമുക്ക് പെനാൽറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കേസസും ഉണ്ട്. ഓക്കെ, വിച്ച് ഇസ് എക്സ്പ്ലെയിൻഡ് ഇൻ സെക്ഷൻ 127, റൈറ്റ്? നമ്മൾ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റാത്തതിന് വാലിഡ് റീസൺസ് ഉണ്ടെങ്കിൽ, ജസ്റ്റ് ലൈക്ക് ഓപ്പറേഷൻ ഓഫ് എനി ലോ, instruction or direction is given by shareholder which was not complied and the same is communicated to shareholder, dispute ഉണ്ടാവുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ട്, എമൗണ്ട് ഇസ് അഡ്ജസ്റ്റഡ്, അല്ലെങ്കിൽ വിച്ച് ഇസ് നോട്ട് ഓൺ ദ റീസൺ ഓഫ് കമ്പനി. അപ്പോൾ ഇതിലേതെങ്കിലും ആണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. പെനാൽറ്റി എന്താണ്? ഡയറക്ടേഴ്സ് ഹു ആർ നോയിങ്ലി എ പാർട്ടി ടു ഡിഫോൾട്ടിന് നമുക്ക് വരുന്നത് 1000 per day, ദെൻ അപ് ടു 2 years ആണ് ഇംപ്രിസൺമെന്റ് വരുന്നത്. അതേപോലെ തന്നെ കമ്പനി വിൽ ബി ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 18% per annum. ഓക്കെ, അപ്പോൾ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ പേ ചെയ്യണം. 30 ഡേയ്സിൻ്റെ ഉള്ളിൽ പേ ചെയ്തിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ട്രാൻസ്ഫർ ദ സെയിം ടു UDA ഇൻ ദ നെക്സ്റ്റ് 7 days. ദിസ് ഇസ് സെക്ഷൻ 124. നമ്മൾ ആ UDAയിൽ കിടക്കുന്ന, UDAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, വിച്ച് വിൽ ബി ലൈങ് ഇൻ UDA ഫോർ മാക്സിമം ഓഫ് 7 years. 7 years ആയിക്കഴിഞ്ഞാൽ ദാറ്റ് എമൗണ്ട് വിൽ ഹാവ് ടു ബി ട്രാൻസ്ഫർ ടു IEPF-ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക്സ് അബൌട്ട് ദ ചാപ്റ്റർ ഡിവിഡൻഡ്. ഓക്കെ, നമുക്കിനി ഇൻഷുറൻസ് ആക്ടിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇൻഷുറൻസ് ആക്ടിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. സി, അതിലെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഷുറൻസ് കോൺട്രാക്ട് ഇസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. അത് എന്തിനു മാത്രമേ ഉള്ളൂ? ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻഡെംനിഫൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കുണ്ടായിട്ടുള്ള ലോസ് ഇൻഡെംനിഫൈ ചെയ്യാന്ന് മാത്രമാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് അധികം, ജസ്റ്റ് ലൈക്ക് സബ്രോഗേഷൻ, ദെൻ കോൺട്രിബ്യൂഷൻ,
എക്സെട്ര. ഇതൊക്കെ ഇൻഡെംനിറ്റി, ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു പോയിന്റ് നിന്നാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്നത്. ഓക്കെ, ദെൻ സെക്ഷൻ 6 നമ്മൾ പറയുന്ന മിനിമം പെയ്ഡ് അപ്പ് റിക്വയർമെന്റ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് വരുന്നുണ്ട്. ലൈഫോ ജനറലോ ആണെങ്കിൽ നമുക്കറിയാം മിനിമം ₹100 CR ആണ്. ഹെൽത്ത് എക്സ്ക്ലൂസീവ്ലി ആണെങ്കിൽ 100 CR ആണ്. റീഇൻഷുറൻസ് ആണെങ്കിൽ ₹200 CR ആണ് നമുക്കറിയാം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടാണ് ഈ ഫിഗർ നമ്മൾ കാണുന്നത്. ഓക്കെ, ദെൻ ഡെപ്പോസിറ്റ്സ് വിത്ത് RBI ആസ് പെർ സെക്ഷൻ 7 നമുക്കറിയാം. ലൈഫ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1% ഓഫ് ഗ്രോസ് പ്രീമിയം റിട്ടേൺ ഇൻ ഇന്ത്യ മിനിമം. ദെൻ 10 crore ആണ് നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. ദെൻ ജനറൽ ആണെങ്കിൽ 3% മാക്സിമം ഓഫ് 10 crore. റീഇൻഷുറൻസ് ആണെങ്കിൽ മാക്സിമം ഓഫ് 20 crore ആണ്. ഓക്കെ, ദെൻ മൂവിങ് ടു ലോൺസ്. ഓക്കെ, ലോൺസ് നമ്മൾ 29 എന്ന് പറയുന്ന സെക്ഷനിലാണ്. 29 സബ്സെക്ഷൻ 1 പ്രൊഹിബിറ്റഡ്, 29 സബ്സെക്ഷൻ 2 ചില കേസിൽ അലൗഡ് ആണെന്നും പറയുന്നു. പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർക്കൊക്കെയാണ്? ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, ഓഡിറ്റേഴ്സ്, ആക്ച്വറി, ഓഫീസേഴ്സ് ഓർ എനി അതർ എൻറ്റിറ്റി ഇൻ വിച്ച് ദീസ് പീപ്പിൾ ആർ ഹോൾഡിംഗ് സച്ച് പൊസിഷൻ. അവർക്ക് കൊടുക്കരുത്. പക്ഷേ നമ്മളുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള ആളുകൾക്ക് സറണ്ടർ വാല്യൂവിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. ഹോൾഡിംഗ് ഓർ സബ്സിഡറിക്ക് കൊടുക്കാം വിത്ത് അപ്രൂവൽ ഓഫ് IRDA. ദെൻ ബാങ്കിങ് കമ്പനീസിനും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് യുവർ സെക്ഷൻ നമ്പർ 29. ദെൻ സെക്ഷൻ 39 വിച്ച് ഇസ് റിലേറ്റിംഗ് ടു നോമിനേഷൻ. ഇതും നോർമലി വരാറുള്ള ഒരു സെക്ഷനാണ് അല്ലെ? നമുക്ക് ആരെ വേണമെങ്കിലും നോമിനി ആക്കാം. ലൈഫ് ഇൻഷുറൻസിലാണ് നമ്മൾ പറയുന്നത്. നോമിനീനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഈവൻ മൈനർ ക്യാൻ ബി മെയ്ഡ് ആസ് എ നോമിനി. യൂഷ്വലി വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ മൈനറിനെ നോമിനി ആക്കുമ്പോൾ എ പേഴ്സൺ ഹു ഇസ് നോൺ ആസ് അപ്പോയിന്റി വിൽ ബി അപ്പോയിന്റഡ് ടു റിസീവ് ദ ബെനിഫിറ്റ്സ് വെൻ ദ പേഴ്സൺ ഓർ വെൻ ദ ഇൻഷുർഡ് ഇസ് എക്സ്പയറിംഗ് അറ്റ് ഇൻഷുർഡ് എക്സ്പയർ ആവുന്ന സമയത്ത് നമ്മുടെ നോമിനി മൈനർ ആണെങ്കിൽ. ഓക്കെ, ഇൻഷുർഡ് എക്സ്പയർ ആവുന്നു, മരിക്കുന്ന സമയത്ത് നോമിനി മൈനർ ആണെങ്കിൽ ആ ബെനിഫിറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി വി വിൽ ബി അപ്പോയിന്റിങ് എ പേഴ്സൺ ഹു ഇസ് നോൺ ആസ് അപ്പോയിന്റി. Then section 45 ആണ് നമ്മൾ പറയുന്ന നെക്സ്റ്റ് പ്രൊവിഷൻ വിച്ച് ഇസ് റിലേറ്റഡ് ടു കോളിംഗ് ഇൻ ക്വസ്റ്റ്യൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. അപ്പൊ നമുക്കറിയാം അതിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ട്, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് റിസ്ക് ഉണ്ട്, ഡേറ്റ് ഓഫ് റിന്യൂവൽ, ഡേറ്റ് ഓഫ് റൈഡർ ഓഫ് പോളിസി. ഇതിൽ ഏതാണോ ലേറ്റർ ആവുന്നത് അവിടുന്ന് 3 years കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ക്വസ്റ്റ്യൻഡ്. ഓക്കെ, ബട്ട് വിത്തിൻ 3 years നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 2 ഗ്രൗണ്ട് ആണ് പറയുന്നത്. ഓൺ ഗ്രൗണ്ട് ഓഫ് ഫ്രോഡ് ആണെങ്കിൽ ദ പോളിസി വിൽ ബി റിപ്യൂഡിയേറ്റഡ്, ക്യാൻസൽഡ് ആൻഡ് ദ പ്രീമിയം, പെയ്ഡ് പ്രീമിയം വിൽ നോട്ട് ബി പെയ്ഡ്. ഇനി മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് സപ്രഷൻ ഓഫ് ഫാക്ടോ ആണെങ്കിൽ ദ പെയ്ഡ് പ്രീമിയം വിൽ ബി പെയ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 90 days ആഫ്റ്റർ ക്യാൻസലിംഗ് ദ പോളിസി. 2 കേസിലും പോളിസി റെപ്യൂഡിയേറ്റ് ചെയ്യും. പേയ്മെന്റ് കൊടുക്കുന്നത് എപ്പോൾ മാത്രമായിരിക്കും? മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓർ സപ്രഷൻ ഓഫ് ഫാക്ട് ആയിരിക്കും. ദെൻ വി ഹാവ് എ പോർഷൻ ഓഫ് അസംഷൻ ഓഫ് റിസ്ക്. 64VB ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു സംഭവമാണ്. അസംഷൻ ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രീമിയം കിട്ടാതെ, അഡ്വാൻസ് ആയിട്ട് കിട്ടാതെ, ഗ്യാരണ്ടി ചെയ്യാതെ യു ഷുഡ് നോട്ട് അസ്യൂം ദ റിസ്ക് എന്നുള്ളതാണ് അസംഷൻ ഓഫ് റിസ്ക് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഏരിയാസ് അണ്ടർ ഇൻഷുറൻസ് ആക്ട് 1938. ഇനി നമുക്ക് വിൽ മൂവ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടില് വരാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്പർ 1 ഇസ് റിലേറ്റഡ് ടു സെക്ഷൻ 7. ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് കമ്പനി എന്നുള്ള നെയിം യൂസ് ചെയ്യണം. അത് അവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് സ്ഥാപനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി അസോസിയേഷൻ ഓഫ് ബാങ്ക്സ് വിച്ച് ഇസ് ഫോംഡ് ഫോർ പ്രൊട്ടക്ടിങ് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് ഓഫ് ബാങ്ക്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 8 കമ്പനി ആയിട്ടൊക്കെ ഫോം ചെയ്തിട്ടുള്ള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക്സ് വിൽ ഹാവ് ടു ഡിസ്പോസ് ദ സെയിം വിത്തിൻ എ പീരീഡ് ഓഫ് 7 years. ദാറ്റ് മീൻസ് മാക്സിമം 7 years ആണ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് വീണ്ടും ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ കൻ അപ്ലൈ ടു RBI ഫോർ എൻ എക്സ്റ്റൻഷൻ. ദ എക്സ്റ്റൻഷൻ വിൽ ബി മാക്സിമം ഓഫ് 5 years. Okay, then section 17 is explaining about the reserve fund. Every banking company, including foreign banks, are required to maintain reserve fund.
ഓക്കെ, എത്രയാണ് അവർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? മിനിമം 20%. ബട്ട് RBI ഹാസ് അഡ്വൈസ്ഡ് ബാങ്ക്സ് ടു ട്രാൻസ്ഫർ മിനിമം 25%. നമുക്ക് 20%-ന് താഴെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ട്രാൻസ്ഫർ ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഓഫ് 20%, you will have to follow 3 steps. ഒന്ന്, ബാങ്ക് will have to apply to RBI. RBI will be recommending to central government. Central government will be making the approval only if they are satisfied that reserve ഫണ്ടിലുള്ള amount-ഉം ഷെയർ പ്രീമിയം കൂടി എടുക്കുമ്പോൾ if it is not less than paid up capital. അപ്പോൾ amount in reserve fund plus share premium is not less than paid up capital ആണെങ്കിൽ എന്ത് ചെയ്യും? They will be giving approval. Then we are having provisions like cash reserve ratio, section 18. അത് 3% ആണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിന്റെ. നമുക്ക് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ് കേട്ടോ പലരും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷെഡ്യൂൾഡ് ബാങ്ക്സിന്റെ അത് വരുന്നത് എങ്ങനെയാണ്? മോണിറ്ററി പോളിസിയിലാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് യുവർ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 25%, മെയിൻ്റനൻസ് ഓഫ് അസറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ. അപ്പോൾ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് റിസർവ് ഫണ്ട് 17, ദെൻ സെക്ഷൻ 7, സെക്ഷൻ 9, എക്സെട്ര. ഓക്കെ, നൗ വിൽ മൂവ് ടു കമ്പനീസ് ആക്ടിലെ ഡയറക്ടേഴ്സിന്റെ പോർഷൻ. ഓക്കെ, അപ്പോൾ ഡയറക്ടേഴ്സിന്റെ പോർഷനിൽ മിനിമം ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് നമുക്കറിയാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ OPC ആണെങ്കിൽ 1 ആണ്, പ്രൈവറ്റ് ലിമിറ്റഡ് 2 ആണ്, പബ്ലിക് കമ്പനി ആണെങ്കിൽ 3 ആണ്. മാക്സിമം 15 ആണ് നമ്മൾ പറയുന്നത്. ദെൻ ലിമിറ്റ് ഓഫ് 15 കടക്കണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. പാസിംഗ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ അതേപോലെ തന്നെ ലിമിറ്റ് ഓഫ് 15 ഇസ് നോട്ട് അപ്ലിക്കബിൾ ടു സെക്ഷൻ 8 ആൻഡ് ഗവൺമെന്റ് കമ്പനീസ്. ദെൻ നമുക്ക് ഡയറക്ടേഴ്സിനെ 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആർട്ടിക്കിൾസിൽ സ്പെസിഫൈ ചെയ്യുന്ന ഫസ്റ്റ് ഡയറക്ടേഴ്സ്, മെമ്പേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് നമുക്കറിയാം, ഇന്ത്യൻ റെസിഡന്റ് ഡയറക്ടർ, ദെൻ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, വുമൺ ഡയറക്ടർ. ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് വിച്ച് ആർ മെൻഷൻഡ് ഇൻ 161, അഡീഷണൽ, ആൾട്ടർനേറ്റ്, then nominee director, filling of casual vacancy. Then some directors will be rotational and non-rotational, can be non-rotational in public company. ഇപ്പോൾ പബ്ലിക് കമ്പനിയിൽ നമുക്കറിയാം റൊട്ടേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടെന്യൂർ ഇസ് നോട്ട് ഫിക്സ്ഡ്. ഓക്കെ, അവർ AGM ആവുമ്പോൾ റിട്ടയർ ചെയ്യും. ടെന്യൂർ ഫിക്സ്ഡ് ആയിട്ടില്ല. ടെന്യൂർ എന്ന് പറഞ്ഞാൽ ഇയർ ആവണമെന്നില്ല. അഡീഷണൽ ഡയറക്ടർ AGM വരെ ഉള്ളൂ, അതും നോൺ റൊട്ടേഷണൽ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു പബ്ലിക് കമ്പനിയുടെ minimum 2/3 to be rotational and maximum 1/3 can be non-rotational. Okay, then we are moving to disqualification of directors. Disqualification നമുക്ക് 164 സെക്ഷൻ 164 3 ടൈപ്പ് ആണ്. സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 2 ആൻഡ് സബ്സെക്ഷൻ 3. ഓക്കെ, സബ്സെക്ഷൻ 1 is explaining about the personal disqualification, unsound mind, undischarged, insolvent, etc. ഡിഫോൾട്ട് ഓഫ് കമ്പനി പറഞ്ഞാൽ എന്താണ്? കമ്പനി ചെയ്യുന്ന ഡിഫോൾട്ടുകൾക്ക് വെദർ ദേ ഹാവ് ഫെയിൽഡ് ടു ഫയൽ ആനുവൽ റിട്ടേൺ ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ 3 consecutive years, or they failed to pay interest on deposit, repay deposit, interest on debentures, redeem debentures, or pay declared dividend, and the failure continues for 1 year or above. ഇങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഡയറക്ടേഴ്സ് ആ കമ്പനിയിലുണ്ടോ they will be disqualified for a period of 5 years. ഇനി ഒരു ഡയറക്ടർ കയറി ആദ്യത്തെ 6 മാസം he will not be incurring any disqualification. Then additional disqualification നമ്മൾ പറയുന്നത് പ്രൈവറ്റ് കമ്പനീസിന് മാത്രമേ പറ്റുള്ളൂ. ഡയറക്ടേഴ്സിന് ക്വാളിഫിക്കേഷൻ ഷെയർസ് പറയാം, എത്ര ഷെയർ ഉള്ളവരെ ഡയറക്ടർ ആവുള്ളൂ, ഡയറക്ടേഴ്സ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരാവണം, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആർക്ക് മാത്രമേ പറ്റുള്ളൂ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ പറ്റുള്ളൂ. ദെൻ വെക്കേഷൻ ഓഫ് ഓഫീസ് സെക്ഷൻ 167 എപ്പോൾ വെക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്ന പ്രൊവിഷൻ. റെസിഗ്നേഷൻ നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ റിസൈൻഡ് ഫ്രം ദ ഡയറക്ടർഷിപ്പ്. ദെൻ റിമൂവലിന് നമുക്കറിയാം സ്പെഷ്യൽ നോട്ടീസ് വേണം. നമുക്ക് വിൽ ബി റിക്വയറിംഗ് എ സ്പെഷ്യൽ നോട്ടീസ്. ദെൻ അതേപോലെ തന്നെ യു ക്യാൻ പാസ് ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് റിമൂവ് ദ ഡയറക്ടർ. പക്ഷെ സ്പെഷ്യലിലൂടെ വന്ന ഡയറക്ടർ ആണെങ്കിൽ ആ ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ടി വരും? സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ വേണ്ടി വരും. ഓക്കെ, റൈറ്റ്. Then right of persons other than retiring directors to stand for directorship. ആർക്കെങ്കിലും ഡയറക്ടർ ആയിട്ട് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ 1 lakh or such higher amount കെട്ടിവെക്കണം. ഓക്കെ, ഹയർ amount will be mentioned in articles if company require. ഒന്നെങ്കിൽ മോർ ദാൻ 25% ഓഫ് വോട്ട്സ് കിട്ടണം, അല്ലെങ്കിൽ അവർ എലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ പൈസ കെട്ടിവെച്ച amount will be lost. Okay, then 2 or more directors cannot be elected in single resolution. ഒറ്റ റെസൊല്യൂഷനിൽ എടുക്കാൻ പറ്റില്ല, ബട്ട് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്.
we will have to pass a resolution. ആ റെസൊല്യൂഷൻ എങ്ങനെയായിരിക്കണം? നോ വോട്ട്സ് ബീങ് കാസ്റ്റഡ് അഗെയിൻസ്റ്റ്. അപ്രൂവൽ ആദ്യം വാങ്ങിക്കണം, അതിനുശേഷം ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സിംഗിൾ റെസൊല്യൂഷനിലൂടെ മൾട്ടിപ്പിൾ ഡയറക്ടേഴ്സിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, ദെൻ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്, മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ്. ബോർഡ് മീറ്റിംഗും അതിന്റെ പവേഴ്സും ആണ്. അപ്പൊ നമ്പർ ഓഫ് ബോർഡ് മീറ്റിംഗ് സെക്ഷൻ 173 subsection 1 subsection 5, section 173 subsection 5. OPC small dormant startup companies ആണെങ്കിൽ, private limited startup companies ആണെങ്കിൽ, minimum one board meeting in each of calendar year half, gap should not be less than 90 days. മിനിമം 90 ഡേയ്സിന്റെ ഗ്യാപ്പ് എങ്കിലും ഉണ്ടാവണം. മറ്റ് കമ്പനീസ് ആണെങ്കിൽ മിനിമം 4 ബോർഡ് മീറ്റിംഗ് ഇൻ എ കാലണ്ടർ ഇയർ, ഗ്യാപ്പ് ഷുഡ് നോട്ട് ഇലാപ്സ് ഓർ എക്സീഡ് 120 ഡേയ്സ്. ദെൻ മോഡ് ഓഫ് അറ്റൻഡിങ് ബോർഡ് മീറ്റിംഗ് ഫിസിക്കൽ ആവാം, വീഡിയോ കോൺഫറൻസിങ് ആവാം, അതർ ഓഡിയോ വിഷ്വൽ മീൻസ് ആവാം. ഓക്കെ, ദെൻ അബൌട്ട് യുവർ കോറം സെക്ഷൻ 174, കോറം സെക്ഷൻ 8ന്റെ ആണെങ്കിൽ 25% ഓഫ് ദ സ്ട്രെങ്ത് ഓർ 8 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഇസ് ലെസ്. ഓക്കെ, അത് 2ൽ കുറവാൻ പാടില്ല എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്, മിനിമം 2 എങ്കിലും വേണം. മറ്റ് കമ്പനീസ് ആണെങ്കിൽ 1/3 ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓർ 2 വിച്ച് എവർ ഇസ് ഹയർ. ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ യു വിൽ ബി റൗണ്ടിങ് ഓഫ് ടു നെക്സ്റ്റ് ഡിജിറ്റ്. നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് നമ്മളത് റൗണ്ട് ഓഫ് ചെയ്യും. ഓക്കെ, ദെൻ ബോർഡ് റെസൊല്യൂഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ത്രൂ സർക്കുലേഷൻ ആണ്. സെക്ഷൻ 175 യു ക്യാൻ പാസ് ത്രൂ സർക്കുലേഷൻ, അല്ലെങ്കിൽ there are certain powers of board which can be exercised only through board meeting. Section 179 subsection 3. ഓക്കെ, അതിൽ റെസ്ട്രിക്ഷനും ഉണ്ട്. ചില പവേഴ്സ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 180 subsection 1ന്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടി വരും. Then we are moving to committees, audit committee, vigil mechanism, nomination and remuneration, stakeholders relationship committee. ഓക്കെ, ഓഡിറ്റ് കമ്മിറ്റിയും പിന്നെ NRCയുടെയും ത്രഷോൾഡ് നമുക്കറിയാം, പെയ്ഡ് അപ്പ് 10 crore or above, ടേൺ ഓവർ 100 crore or above, ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഡിബെഞ്ചർ ഡെപ്പോസിറ്റ് ഇൻ എക്സസ് ഓഫ് 50 crore. വിജിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് വിക്ടിമൈസേഷൻ ആണ്, അല്ലെ? അപ്പൊ ലിസ്റ്റഡ് ആവാം, ആക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ആവാം, ബാങ്ക് പ്ലസ് PFIന്ന് 50 crore എക്സസ് ലോൺ ഉള്ള കമ്പനീസ് ആവാം. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് മോർ ദാൻ 1000 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഷെയർ ഹോൾഡർ പ്ലസ് ഡിബഞ്ചർ ഹോൾഡർ, ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ് 1000 മുകളിലാണ് എങ്കിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ ആണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മിറ്റി മാൻഡേറ്ററി ആണ്. ദെൻ കോൺട്രിബ്യൂഷൻ ടു വേരിയസ് ഫണ്ട്, ചാരിറ്റബിൾ ഫണ്ട് എക്സ്പ്ലെയിൻഡ് ഇൻ 181, സെക്ഷൻ 182 പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ, നാഷണൽ ഡിഫൻസ് ഫണ്ട് സെക്ഷൻ 183. അപ്പോൾ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ശരിക്കും നോക്കണം. അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒന്നെങ്കിൽ അക്കൗണ്ട് പേയ് ചെക്ക് ആവാം, ഡ്രാഫ്റ്റ് ആവാം, അക്കൗണ്ട് പേയ് ഡ്രാഫ്റ്റ് ആവാം, ECS ആവാം, ഓർ എനി അതർ ഇൻസ്ട്രുമെന്റ് ആവാം. ഇനി ഏത് കമ്പനീസിനാ ചെയ്യാൻ പറ്റാത്തത്? ഗവൺമെന്റ് കമ്പനീസ് വിച്ച് ആർ ഇൻ ടു എക്സിസ്റ്റൻസ് ഫോർ ലെസ് ദാൻ 3 years. ഓക്കെ, ദെൻ വിൽ മൂവ് ടു ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഏരിയ ആണ്, മീൻസ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ്. ആ ട്രാൻസാക്ഷനിൽ നമുക്ക് ബോർഡിന്റെ അപ്രൂവൽ വേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ that will be requiring the approval of board and ordinary resolution. ഇപ്പോൾ ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? അമൗണ്ടിങ് ടു അഗ്രഗേറ്റ് ഇൻഡിവിജ്വൽ ഓർ അഗ്രഗേറ്റ് ട്രാൻസാക്ഷൻ അമൗണ്ടിങ് ടു 10% ഓഫ് ടേൺ ഓവർ. പ്രോപ്പർട്ടി ബൈങ് സെല്ലിംഗ് ഡിസ്പോസിങ് ആണെങ്കിൽ 10% ഓഫ് നെറ്റ്വർത്ത് ആണ്. ദെൻ ലീസിംഗ് 10% ഓഫ് ടേൺ ഓവർ ആണ്. ദെൻ സർവീസസ് 10% ഓഫ് ടേൺ ഓവർ. ഓഫീസ് ഓർ പ്ലേസ് ഓഫ് പ്രോഫിറ്റ് വി are having a threshold more than rupees 250,000 in a month. ഒരു മാസം 250,000 മുകളിൽ വന്നു കഴിഞ്ഞാൽ ബോർഡ് റെസൊല്യൂഷൻ പ്ലസ് ഓർഡിനറി റെസൊല്യൂഷൻ വേണം. അണ്ടർ റൈറ്റിംഗ് യു ഹാവ് ദ ത്രഷോൾഡ് എക്സസ് ഓഫ് 1% ഓഫ് നെറ്റ്വർത്ത് ആണ് നമ്മുടെ അണ്ടർ റൈറ്റിംഗിന്റെ പ്രൊവിഷൻ പറയുന്നത്. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു അപ്പോയിൻമെന്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് മാനേജീരിയൽ പേഴ്സണൽ. ഇപ്പൊ നമുക്ക് മാനേജീരിയൽ പേഴ്സണൽ വിനോ MD ആവാം, അല്ലെങ്കിൽ മാനേജർ ആവാം, അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ ആവാം. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്തൊക്കെയാണ്? സൈമിൾട്ടേനിയസ് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് MD മാനേജർ യു കനോട്ട് അപ്പോയിന്റ് അറ്റ് ദ സെയിം ടൈം. ടെന്യൂർ പറയുന്നത് 5 years ആണ്. ദേ ക്യാൻ ബി റീ അപ്പോയിന്റഡ് ഈവൻ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ ടെന്യൂർ. ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് 196 subsection 3. Then approvals required are board resolution വേണം. നെക്സ്റ്റ് ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്യണം. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ is required in certain cases.
ദെൻ വാലിഡിറ്റി ഓഫ് ഫാക്ട്, നമ്മൾ ബോർഡ് അപ്രൂവ് ചെയ്തു, മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ആ ഗ്യാപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ വാലിഡ് ആണെന്നാണ് പറയുന്നത്. ദെൻ റെമ്യൂണറേഷൻ, ഓവറോൾ റെമ്യൂണറേഷൻ 11% ആണ്. ദെൻ ഒന്നിലധികം എം ഡി ഹോൾ ടൈം ഡയറക്ടർ, എം ഡി പ്ലസ് ഹോൾ ടൈം ഡയറക്ടർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 10% ആണ് ടേക്കൺ ടുഗെദർ. ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ, ഒരു എം ഡിയോ ഒരു ഹോൾ ടൈം ഡയറക്ടറോ ഒരു മാനേജറോ മാത്രമേ ഉള്ളൂ എങ്കിൽ അവർക്ക് 5% ആണ്. ദെൻ എം ഡിയോ ഹോൾ ടൈം ഡയറക്ടറോ ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ, ഓക്കെ, എം ഡി ഹോൾ ടൈം ഡയറക്ടർ ആരും ഇല്ലാത്ത കമ്പനിയാണ്, വെറും ഡയറക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഓരോ ഡയറക്ടേഴ്സിനും 3% ആണ്. എം ഡിയോ ഹോൾ ടൈം ഡയറക്ടറോ ഉണ്ടെങ്കിൽ ഓരോ ഡയറക്ടേഴ്സിനും 1% ആയിട്ട് കുറയും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറയുന്നത് 197 പ്രോഫിറ്റ് ഉള്ള സിനാരിയോ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ വി ആർ നൗ മൂവിങ് ടു ലോസ് റിലേറ്റഡ് ടു സെബി. 10 മാർക്കിന്റെ ഏരിയ ആണ്. സോ 3 ചാപ്റ്റർ ഉണ്ട് നമുക്ക്. സെബി ICDR മെയിനായിട്ട് പറയുന്നത് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, IPO FPO സമയത്ത് പറയുന്നത് എലിജിബിൾ അല്ലാത്ത ചില ആളുകളെ പറയുന്നുണ്ട്, IPO FPO ചെയ്യാൻ പറ്റാത്ത ആളുകൾ. ഓക്കെ, അത് ഏതൊക്കെയാ പറയുന്നത്? ഡിബാർ ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ, ഫ്രോഡ്ലൻ ബോറോവർ, വിൽഫുൾ ഡിഫോൾട്ടർ എക്സെട്ര. നമുക്ക് 2 റൂട്ടുകൾ പറയുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി റൂട്ട് ആൻഡ് QIB റൂട്ട് പറയുന്നുണ്ട് IPO FPO ചെയ്യാൻ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റൂട്ടിൽ വി ആർ ഹാവിംഗ് കണ്ടീഷൻസ് റിഗാർഡിംഗ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ്വർത്ത് ആൻഡ് നെയിം ചേഞ്ച് കണ്ടീഷൻ. അതല്ലെങ്കിൽ ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ QIB റൂട്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്, IPO FPO ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ്. യു ഹാവ് ടു മേക്ക് അറേഞ്ച്മെന്റ് അഗ്രിമെന്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡെപ്പോസിറ്ററിയുമായിട്ട് എഗ്രിമെന്റ് വേണം ഫോർ ഡിമെറ്റീരിയലൈസേഷൻ, പാർട്ട്ലി പെയ്ഡ് അപ്പ്, ഫുള്ളി പെയ്ഡ് അപ്പ് ആവണം, എക്സെട്ര. Then additional conditions are also there. Okay, then we are moving to the second part, next part, which is insider trading. ഓക്കെ, അപ്പൊ ഇൻസൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കണക്റ്റഡ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ പേഴ്സൺ ഹാവിംഗ് ആക്സസ് ടു UPSI ആവാം. അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, അൺപബ്ലിഷ്ഡ് പുറത്ത് വിട്ടിട്ടില്ല. വെൻ ഇറ്റ് ഇസ് ഔട്ട്, ഇറ്റ് ഇസ് പബ്ലിഷ്ഡ്, അതെന്താണ്? പ്രൈസിനെ എഫക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്. ജസ്റ്റ് ലൈക്ക് ഫൈനാൻഷ്യൽ റിസൾട്ട്, dividend, change in capital structure, change in management, then change in KMP, merger, demerger, etc. Okay, കണക്റ്റഡ് പേഴ്സൺ പറഞ്ഞ ആ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഒരു ബൈങ് സെല്ലിംഗ് നടക്കുന്നതിൻ്റെ 6 മാസം മുന്നേ ഉള്ള പീരീഡ് വരെ ആ കമ്പനിയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, അത് എംപ്ലോയ്മെന്റ് ആവട്ടെ, കോൺട്രാക്ച്വൽ ആവട്ടെ, ഫിഡ്യൂഷ്യറി ആവട്ടെ, ബിസിനസ് റിലേഷൻഷിപ്പ്, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആവട്ടെ, എംപ്ലോയി ആവട്ടെ, ദാറ്റ് വിൽ ബി known as connected person. Then there are also list of persons who are deemed to be connected, just like holding company, subsidiary company, immediate relatives, etc. അപ്പോൾ നോർമലി നമ്മൾ പറയുന്ന ഇൻസൈഡർ ട്രേഡിങ്ങിന്റെ ഇൻസൈഡർ ഇൻഫർമേഷൻ ഷുഡ് നോട്ട് ബി കമ്മ്യൂണിക്കേറ്റഡ്. പക്ഷെ ചില കേസിൽ നമുക്ക് ഫോർ ലെജിറ്റിമേറ്റ് പേർപ്പസ് ലോൺ എടുക്കാൻ, ടു പ്രൊവൈഡ് ദ സെയിം ടു സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, provided the person to whom you are sharing the data will be treated as insider. ആർക്കാ കൊടുക്കുന്നത് അയാളെ ഇൻസൈഡർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, അയാൾ അത് മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ദെൻ ഇനീഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. നമുക്കൊരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെൻ ദ റെഗുലേഷൻ ഇസ് ടേക്കിംഗ് എഫക്ട്, ലിസ്റ്റഡ് അല്ലാത്തൊരു കമ്പനി ലിസ്റ്റഡ് ആകുമ്പോൾ ഒക്കെ നമുക്ക് ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ട്രേഡിംഗ് ഒരു കലണ്ടർ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രിസ്ക്രൈബ് ത്രഷോൾഡ് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് വരും, കണ്ടിന്യൂസ് ഡിസ്ക്ലോഷറും നമുക്ക് അവിടെ വരുന്നുണ്ടാവും. ഓക്കെ, ദെൻ വി ആർ ഹാവിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ റെഗുലേഷൻ. ടേക്ക് ഓവർ കോഡ് പറയും നമ്മൾ, വി കോൾ ദിസ് ആസ് ടേക്ക് ഓവർ കോഡ്. അപ്പോൾ ഇതിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്യുന്നു, അക്വയർ ചെയ്യുന്ന കമ്പനി അക്വയർ ആണ്, ആ അക്വയറിന്റെ കൂടെ വരുന്ന ആളെയാണ് നമ്മൾ PSC പറയുന്നത്. ദാറ്റ് മീൻസ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി ഈസ് അക്വയറിംഗ് നെതർ കമ്പനി. രണ്ടുപേരും ചേർന്ന് വേറൊരു കമ്പനീനെ എടുക്കുമ്പോൾ ദ ഫസ്റ്റ് കമ്പനി ഈസ് നോൺ ആസ് അക്വയറർ, കൂടെയുള്ള ആളെ നമ്മൾ PSC പറയും. ദെൻ ആരെയാണോ എടുക്കുന്നത് അത് ടാർഗറ്റ് കമ്പനിയാണ്. അപ്പോൾ ടാർഗറ്റ് കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ സെബി പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി ടാർഗറ്റ് കമ്പനി അൺലിസ്റ്റഡ് ആണെങ്കിൽ സെക്ഷൻ 235, 236 ഓഫ് കമ്പനീസ് ആക്ട് വിൽ ബി ആപ്ലിക്കബിൾ. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഓപ്പൺ ഓഫർ ഒബ്ലിഗേഷൻ ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി അക്വയറർ പ്ലസ് PSCക്ക് ലെസ് ദാൻ 25% ആണ് മറ്റൊരു ടാർഗറ്റ് കമ്പനിയിൽ ഉള്ളത് എന്ന് വിചാരിക്കൂ. ഓക്കെ, 25%-ന് കുറവാണുള്ളത്. സോ എപ്പോഴെങ്കിലും ഇവരുടെ അക്വിസിഷൻ വരുമ്പോൾ അത് 25% ഓർ മോർ ആവുന്നുണ്ടെങ്കിൽ, അവർ അക്വയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ
അത് 25% ഓർ മോർ ആവുന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഗിവ് അഡീഷണൽ ഓപ്പൺ ഓഫർ ഓഫ് 26% സബ്ജക്ട് ടു 75%. ഓക്കെ, നോൺ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലിമിറ്റ് പറയില്ലേ, പ്രൊമോട്ടർക്ക് 75 അല്ലേ പറ്റുള്ളൂ, അപ്പോൾ 75 വരെ പറ്റുള്ളൂ, എക്സ്ട്രാ 26 അവർ കൊടുക്കണം സബ്ജക്ട് ടു 75%. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഓൾറെഡി 25% ഓർ മോർ ഉള്ള കമ്പനി ആണെങ്കിൽ അവരുടെ ക്രീപ്പിംഗ് അക്വിസിഷൻ ലിമിറ്റ് ഓരോ ഫൈനാൻഷ്യൽ ഇയറിലും മോർ ദാൻ 5% ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ അവരെന്ത് ചെയ്യണം, 26% എക്സ്ട്രാ കൊടുക്കണം. ദിസ് 26% ഇസ് ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ഏരിയ റിലേറ്റഡ് ടു സെബി. ദെൻ വി വിൽ മൂവ് ടു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഓർ സിംപ്ലി ഫെമ. ഇപ്പൊ ഫെമയിൽ നമ്മൾ നോക്കുന്ന മെയിൻ 2 കാര്യങ്ങളാണ്. ഫെമയിൽ മെയിൻ നോക്കുന്ന ഒന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. വി ഹാവ് ഡെഫിനിഷൻ ഓഫ് പേഴ്സൺ 2U, പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ 2V, ദെൻ പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ 2W. പേഴ്സൺ നമ്മൾ പേഴ്സൺ ഇൻക്ലൂഡ്സ്, ദെൻ അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, then AOP or BOI, artificial juridical person, branches, offices, agency of such person, etc. റെസിഡന്റ് ആണ്, PRI ആണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, പേഴ്സൺ റെസിഡന്റ് ഇന്ത്യ ആണെന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഹു ഹാസ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 182 days, മോർ ദാൻ 182 ഇൻ ദ പ്രിസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, അതിൽ നമ്മൾ എടുക്കാത്ത 2 ആൾക്കാരുണ്ടല്ലോ, ഏതൊക്കെയാണ്? എംപ്ലോയ്മെന്റിന് പുറത്തു പോകുന്നവര്, ബിസിനസ് ഓർ വൊക്കേഷന് പുറത്തു പോകുന്നവര്, ഓർ ഇഫ് ദേ ആർ ലീവിംഗ് ഇന്ത്യ ഫോർ എനി പേർപ്പസ് ഇൻ വിച്ച് സർക്കംസ്റ്റാൻസ് വുഡ് ഇൻഡിക്കേറ്റ് സ്റ്റേ ഫോർ എൻ ഇൻഡെഫിനിറ്റ് പീരീഡ്. പുറത്തു പോകുന്നത് സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ. ദെൻ ഇഫ് എനി പേഴ്സൺ ഇസ് കമ്മിങ് ടു ഇന്ത്യ അതർ ദാൻ, ഇപ്പോൾ ജോബിനോ എംപ്ലോയ്മെന്റിനോ ബിസിനസ് പ്രൊഫഷനോ ഓർ സ്ഥിരതാമസനോ അല്ലാതെ വരുന്ന ആളുകളാണെങ്കിൽ അവരെന്തായിട്ട് തന്നെ വരുള്ളൂ, PROI ആയിട്ട് തന്നെയാണ് വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതിൽ പോയ ആൾ തിരിച്ച് എംപ്ലോയ്മെന്റിന് വരുമ്പോൾ മാത്രമാണ് അയാൾ എന്താവുള്ളൂ, PRI ആവുള്ളൂ. ദെൻ any person or body corporate registered in India, branches, offices, agency in India owned or controlled by person resident outside India, branches, offices, agencies outside India, then which is owned or controlled by person resident in India. Okay, then transactions നമുക്ക് 2 transactions ആണ്, കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞാൽ PRI ആയിട്ടുള്ള ഒരാളുടെ പുറത്തുള്ള അസറ്റ്സോ ലയബിലിറ്റീനെയോ ആൾട്ടർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ PRI ആണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിലൂടെ എൻ്റെ പുറത്തുള്ള അസറ്റ്സോ ലയബിലിറ്റിയോ ആൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ PROI ആണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ എൻ്റെ ഇന്ത്യയിലുള്ള അസറ്റ്സോ ലയബിലിറ്റിയോ ആൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ PRI ആണ്, ഞാൻ പുറത്തുനിന്ന് ഒരു ലോൺ എടുക്കുമ്പോൾ മൈ ലയബിലിറ്റി ഔട്ട്സൈഡ് ഇന്ത്യ ഇസ് എൻഹാൻസിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ. ഓക്കെ, അതല്ലാത്ത ട്രാൻസാക്ഷൻസ് ഒക്കെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, ഇതാണ് FMAയിൽ നമ്മൾ മെയിൻ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. ദെൻ വി വിൽ ബി ഡിസ്കസിങ് ദ കോമ്പറ്റീഷൻ ആക്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് ബേസിക്കലി 3 എലമെന്റ് ആണ്, 4 എലമെന്റ് ആണ്. ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് പ്രൊഹിബിറ്റ് ചെയ്യുന്നു, അബ്യൂസ് ഓഫ് ഡോമിനൻസ്, കോമ്പിനേഷൻ, ദെൻ കോമ്പറ്റീഷൻ അഡ്വക്കസി. അപ്പൊ ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, നമ്മുടെ ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് വഴി ഒരു മാർക്കറ്റിൽ നമ്മുടെ ചോയ്സ് കുറയുന്നു. ചോയ്സ് പറഞ്ഞാൽ എന്താണ്, യു ആർ ക്രിയേറ്റിംഗ് ബാരിയേഴ്സ് ടു ന്യൂ എൻട്രൻസ് ടു ദ മാർക്കറ്റ്. പുറത്തുനിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. ഓൾറെഡി ഉള്ള ആളുകളെ നിങ്ങൾ പുറത്തേക്ക് ഇടുന്നു, ഡ്രൈവിംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്, ഫോർക്ലോഷർ ഓഫ് കോമ്പറ്റീഷൻ. ദെൻ യു ആർ മേക്കിംഗ് or you are reducing the benefit to customers, affecting accrual of benefit to customers, etc. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്രീസിയബിൾ അഡ്വേഴ്സ് എഫക്ട് ഓൺ കോമ്പറ്റീഷൻ പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെഫിനിഷൻസ്, ചില ഭാഗങ്ങൾ എഗ്രിമെന്റ് ഓറൽ ആവാം, റിട്ടൺ ആവാം, എന്റർപ്രൈസ് ഗവൺമെന്റ് കൂടി ഇൻക്ലൂഡഡ് ആണ്, കാർട്ടൽ എന്താണെന്ന് അറിയണം. ഇങ്ങനത്തെ ചെറിയ ഭാഗങ്ങളിൽ നിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട്. ഓക്കെ, ദെൻ ഈ ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് മേ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. രണ്ടും ഒരേ മാർക്കറ്റിംഗ് സ്റ്റേജിലാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആണ്. ഹോൾസെയിലർ ആൻഡ് നെതർ ഹോൾസെയിലർ. ഓക്കെ, എ മാനുഫാക്ചറർ ആൻഡ് നെതർ മാനുഫാക്ചറർ ഹൊറിസോണ്ടൽ ആണ്. 2 സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വെർട്ടിക്കൽ ആണ്. ഹൊറിസോണ്ടൽ എപ്പോഴും വോയിഡ് ആണ്. ദെൻ വെർട്ടിക്കൽ വിൽ ബി ഡിസൈഡഡ് ബൈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓൺ കേസ് ടു കേസ് ബേസിസ്. ഓക്കെ, ദെൻ അബ്യൂസ് ഓഫ് ഡോമിനൻസ്. അബ്യൂസ് ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡോമിനൻസ് അറിയാം, പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് ആണ്. ഡാൽഡ,
അതേപോലെ തന്നെ കോൾഗേറ്റ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഡോമിനൻസ് ആണ്. പക്ഷെ അത് വെച്ച് നിങ്ങൾ എന്തെങ്കിലും അൺഫെയർ പ്രൈസ് കണ്ടീഷൻസ് കൊണ്ടുവരുന്നതാണ് അബ്യൂസ് ഓഫ് ഡോമിനൻസ്. ഓക്കെ, ഓർ ഇഫ് യു ആർ റെസ്ട്രിക്റ്റിംഗ് ഓർ ലിമിറ്റിംഗ് ദ മാർക്കറ്റ് സപ്ലൈ എക്സെട്ര, അങ്ങനെയാണെങ്കിൽ അബ്യൂസ് ഓഫ് ഡോമിനൻസ് ആണ്. ഓക്കെ, ദെൻ കോമ്പിനേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ ത്രെഷോൾഡിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒക്കെ ഒരു 25% വ്യത്യാസം വന്നിട്ടുണ്ട്, ഹൈക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി 150 ഫ്രം ബെയർ ആക്ട് ആണ്. ബെയർ ആക്ടിൽ 1000 പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 2000 നോക്കിയതുകൊണ്ട് നമ്മൾ പഠിച്ച ഫിഗറിന് ഒരു 25% വ്യത്യാസമുണ്ട്. സോ മോർ ദാൻ 2500 crore ഇൻഡിവിജ്വൽ ആണെങ്കിൽ 7500 മുകളിൽ ടേൺ ഓവർ ഇൻറ്റു 3 ആണെന്ന് നമുക്കറിയാം. ഇൻറ്റു 4 ആണ് ഗ്രൂപ്പ് വരിക. ഇപ്പോൾ 2500 ആവുമ്പോൾ ഇവിടെ 10,000 ആവും, ഇവിടെ 30,000 ആവും. 1 ബില്യൺ ആണ് നമ്മൾ പറഞ്ഞത്. 1.25 ബില്യൺ, 3.75 ബില്യൺ. ദെൻ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ അത് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ 5 ബില്യൺ ആൻഡ് മോർ ദാൻ 15 ബില്യൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് പ്രൊവിഷൻസ് അബൌട്ട് ദ കോമ്പറ്റീഷൻ ആക്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ജസ്റ്റ് എക്സാമിന് മുന്നേ ഒരു റിവിഷൻ എന്നുള്ള ലെവലിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മേജർ ടോപ്പിക്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഐ തിങ്ക് ദ ഡിസ്കഷൻ ഇസ് ക്ലിയർ. ബാക്കി പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.